did the right thing, but it didn't turn out that way. It's been heavy and we're starting to break, but I hope you'll be okay. ഹായ് ഗായ്സ്, നിങ്ങൾക്കെല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങൾക്കും സുഖം തന്നെയാണ് കേട്ടോ. ഇപ്പോൾ പക്ഷേ ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയം അഞ്ചൂട്ടന് വയ്യായിരുന്നു കേട്ടോ. നല്ല പനിയൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് ചെറിയൊരു സംഭവം വാങ്ങിക്കാനുണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ കൊണ്ടോട്ടി പ്രീതിയിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് നേരെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയിട്ടോ, അലോഹ ഹോസ്പിറ്റലിൽ പോയിട്ടോ. അപ്പോൾ അവിടെ കുട്ടികളുടെ ഡോക്ടറൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങളന്ന് രാത്രി ശനിയാഴ്ച രാത്രിയിൽ പോയപ്പോൾ അവിടുന്ന് കാഷ്വാലിറ്റികളുടെ ഡ്യൂട്ടി ഡോക്ടർമാരായിട്ടുണ്ട്. അവിടെ ഡ്യൂട്ടി ഡോക്ടർമാരെ കാണിച്ചപ്പോൾ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അവന് 2 ആഴ്ചയായിട്ട് പനിയൊക്കെ തന്നെയാണ്, മാറിയിട്ടില്ല, ഭയങ്കര ക്ഷീണവും കാര്യമൊക്കെയാണ്, ഫുഡ് കഴിക്കുന്നില്ല എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അവർ വെറും പാരസിറ്റമോൾ ഡോക്ടറെ. ഞങ്ങൾ ഈ പോയ സമയം വെള്ളിയാഴ്ചയാണ് കേട്ടോ. വെള്ളിയാഴ്ച കൊണ്ടുപോയി കാണിച്ചു, പനി വിടുന്നില്ല. പിറ്റേ ദിവസം ഞാൻ കുട്ടികളുടെ ഡോക്ടറെ തന്നെ അലോഹയിൽ കൊണ്ടുപോയി കാണിച്ചു കേട്ടോ. അപ്പോൾ കുട്ടികളുടെ ഡോക്ടർ പറഞ്ഞു, ഞാൻ പറഞ്ഞു ഇങ്ങനെ 2 ആഴ്ചയായിട്ട് ഇങ്ങനെ പനി കാര്യമൊക്കെ ഉണ്ട്. ഡ്യൂട്ടി ഡോക്ടർ വെറും പാരസിറ്റമോൾ എഴുതി തന്ന് പറഞ്ഞു കേട്ടോ. എന്നിട്ട് പനിച്ചിങ്ങനെ വിറക്കുക. പിറ്റേ ദിവസം കുട്ടികളുടെ ഡോക്ടറെ കൊണ്ടുപോയി കാണിച്ചപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞു വിറക്കുന്നുണ്ട്, പനിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എനിക്ക് പേടിയാകുക എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ കുട്ടികളുടെ ഡോക്ടർ എന്ത് ചെയ്തു, ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എഴുതി തന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഡോക്ടറോട് അങ്ങോട്ട് ചോദിച്ചു, ഞാനിത് ഇപ്പോൾ തന്നെ ചെക്ക് ചെയ്തിട്ട് കാണിച്ച് തരട്ടേന്ന്. അപ്പോൾ ഒരു വൈകുന്നേരം 7 മണിയായിരുന്നു കേട്ടോ ടൈം. രാത്രിയിലാണ് കൊണ്ടുപോയത് ശനിയാഴ്ച അലോഹയ്ക്ക്. അപ്പോൾ ഡോക്ടർ പറയാണ് എന്നോട്, ഇപ്പോൾ എനിക്ക് സമയമില്ല, ഞാൻ പോകാൻ വേണ്ടി നിൽക്കുകയാണ്, അപ്പോൾ ടെസ്റ്റ് എനിക്ക് നോക്കാൻ സമയം കിട്ടൂല, ഞായറാഴ്ച ഞാൻ ലീവാണ്, നിങ്ങൾ കുഞ്ഞിനെയും കൊണ്ട് തിങ്കളാഴ്ച വരും, അതുവരെ പനിക്കണ ഈ കുട്ടീനെയും കൊണ്ട് ഞാനിങ്ങനെ വീട്ടിലിരിക്കണം എന്നാണ് ആ ഡോക്ടർ എനിക്ക് പറഞ്ഞത്. ഇവന് രാത്രിയിലാണ് ഭയങ്കര പനി വരുന്നത്, നല്ല പനി, വിറയൽ പനിയൊക്കെ വരും. എനിക്ക് കണ്ടിട്ട് പേടിയാകുക. മുണ്ട് നനച്ചിടാനൊന്നും ഇവൻ സമ്മതിക്കണമില്ല കേട്ടോ. ഇത് അഞ്ചൂട്ടന് പനി കൂടിയപ്പോൾ ഞാനും എൻ്റെ ബ്രദറും ഉമ്മയും എല്ലാവരും കൂടി ഞങ്ങൾ ഹോസ്പിറ്റലിൽ ശനിയാഴ്ച കൊണ്ടുപോയി അലോഹയിൽ കാണിച്ചതാട്ടോ ഞാൻ. അപ്പോൾ അങ്ങനെ ഹോസ്പിറ്റലിൽ നിന്ന് മടങ്ങി പോരുന്ന സമയത്താണ് കേട്ടോ എല്ലാവരും മുത്തൂനെ കൊണ്ട് ഫുഡ് വാങ്ങിച്ചു കൊണ്ടുവന്ന് പറഞ്ഞിട്ട്, അവന് സൗദിയിൽ നിന്ന് വന്നതാണല്ലോ, അപ്പോൾ അവനെ കൊണ്ട് ചിലവ് ചെയ്യിച്ചപ്പോൾ അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ കയറിയതാണ് കേട്ടോ ഇത്. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഫുഡൊക്കെ കഴിച്ച്, അംജൂട്ടനൊന്നും കഴിച്ചിട്ടൊന്നുമില്ല കേട്ടോ. അംജൂട്ടൻ അവിടെ സൈഡിൽ ഇരിക്കുകയാണ്. ഇത് അവിടെ തന്നെ കേട്ടോ, ഹോസ്പിറ്റലിൻ്റെ അടുത്ത് തന്നെയാണ്. നല്ലൊരു അടിപൊളി ഫ്രൈഡ് ചിക്കനൊക്കെ നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും ഒരുമിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു. അത് തന്നെയായിരുന്നു. പിന്നെ നമ്മൾ ഒരുമിച്ച് നിന്ന് പിറ്റേ ദിവസം തൊട്ട് ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. പിന്നെ പിറ്റേ ദിവസം അഞ്ചുട്ടൻ ഇങ്ങനെ കിടപ്പിലായപ്പോൾ ഇങ്ങനെ പനി കൂടിയ പിറ്റേ ദിവസം ഞായറാഴ്ച കുട്ടികളുടെ ഡോക്ടർ ഇവിടെ ഇല്ല കേട്ടോ ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ അബീറിൽ വർക്ക് ചെയ്യുന്ന ഡോക്ടർ വീട്ടിൽ നോക്കുന്നുണ്ടെന്ന് പറഞ്ഞു ഹോസ്പിറ്റലിൽ നിന്ന്. അങ്ങനെ നമ്മൾ ഡോക്ടർ വീട്ടിൽ കൊണ്ടുപോയി. അവിടുന്ന് ഡോക്ടർ നോക്കിയപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടോ. നമ്മളൊരു രാവിലെ പോയി വൈകുന്നേരം വരെ ഒബ്സർവേഷനിൽ കിടത്തി. അത് കഴിഞ്ഞിട്ട് ഡോക്ടർ പറഞ്ഞു അഡ്മിറ്റ് ആവാൻ. ഒരു ദിവസം 4 ഇഞ്ചക്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അഡ്മിറ്റ് ആവാതെ രക്ഷയില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ അഡ്മിറ്റായി. എന്താ പൊന്നച്ചിയെ, ചായ കുടിക്കാതിരിക്കുക. അപ്പോൾ പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത് മുഴുവൻ ഒരു ദിവസത്തെ വീഡിയോ ഒന്നുമല്ല കേട്ടോ. അത് ഞാൻ ഒരുപാട് ദിവസത്തെ ക്ലിപ്പുകൾ ഇങ്ങനെ ആഡ് ചെയ്ത് ഉണ്ടാക്കുന്നൊരു വീഡിയോ ആണ്. ആയതുകൊണ്ട് തന്നെ അഞ്ചൂട്ടൻ എനർജി ഇത്തിരി കിട്ടി. 2 ദിവസം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയതിന് ശേഷം എനർജി ഇത്തിരി കിട്ടിയതിന് ശേഷം എണീറ്റ് നടക്കുക, പിന്നെ ബെഡിൽ കിടക്കൂല. 5 ദിവസം കേട്ടോ മൊത്തത്തിൽ ഹോസ്പിറ്റലിൽ കിടന്നിട്ടുണ്ടായിരുന്നത്. ആ ഇഞ്ചക്ഷനും കൊണ്ട് അങ്ങനെ നടക്കും. എവിടേക്ക് ക്യാൻറ്റീനിൽ പോകണവർ കൂടെ പോവും, ചായ മേടിക്കാൻ പോകണവരെ കൂടെ പോവും. ഒന്ന് ഉറങ്ങി കിട്ടിയാൽ മതി എന്നാവും. കാരണം പിന്നെ ഈ സൂചിയും വെച്ച് ഇങ്ങനെ നടക്കല്ലേ. ഇപ്പോൾ ഇങ്ങനെ ഞാൻ ഉറങ്ങിയിട്ട് കേട്ടോ. അത് ഉച്ചയായിട്ടുള്ളൊരു സമയം. പിന്നെ ഹോസ്പിറ്റലിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ, ആ റൂമിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് എന്തോ പോലെ ആവുമല്ലോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഡോറൊക്കെ തുറന്നിങ്ങനെ 2 മനുഷ്യന്മാരൊക്കെ കണ്ട് ഒരു സമാധാനത്തിൽ ഞാൻ വീടിൻ്റെ ഉള്ളിൽ കയറിയിരിക്കും. ഞാനും അഞ്ചൂട്ടനും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഉപ്പയാണ് കൂടുതൽ അവിടെ വന്നിരിക്കലുണ്ടായിരുന്നത്. അപ്പോൾ ഒരു വൈകുന്നേര സമയത്തൊക്കെ ഉപ്പ വരും. രാവിലെ പിന്നെ കുറേ ഞാൻ തന്നെ കേട്ടോ ഇരിക്കൽ. ആരെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാവും, അത്രയേ ഉള്ളൂ. ഉപ്പ രാത്രി ആയി കഴിഞ്ഞാൽ ഉപ്പ വൈകുന്നേരം ഉപ്പ വരും. പിന്നെ രാത്രി മൊത്തം ഉപ്പ ഉണ്ടാവും. പിന്നെ രാവിലെ കേട്ടോ ഉപ്പ പോവുക. നല്ല മഴയും കാറ്റും ഒക്കെ ഉണ്ട്. അതൊക്കെ കണ്ടിങ്ങനെ ഇരിക്കല്ലാതെ ഒരു രക്ഷയില്ലല്ലോ. കാരണം സൂചി തീരാതെ നമുക്ക് ഇവിടുന്ന് ടാറ്റ പറയാൻ പറ്റൂല.
പിന്നെ വേറെ സുഖം എന്താണെന്ന് വെച്ചാൽ ലിഫ്റ്റിൻ്റെ നേരെ ഫ്രണ്ടിൽ തന്നെയുള്ള റൂം കിട്ടിയിട്ടോ. നേരെ പോയി ലിഫ്റ്റിൽ കയറുക, താഴെ ഇറങ്ങുക, അങ്ങനെ നല്ല സുഖമായിരുന്നു. അബ്ജൂട്ടനായിരുന്നു ഭയങ്കര ഇൻട്രസ്റ്റ് ലിഫ്റ്റിൽ കയറി ഇറങ്ങാൻ, ആ ലിഫ്റ്റ് ഫ്രണ്ടിലുള്ളതോടുകൂടി. പിന്നെ കുടിവെള്ളം ചുടുവെള്ളമൊക്കെ നമ്മളെ റൂമിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഉണ്ടായതുകൊണ്ട് രക്ഷപ്പെട്ടു കേട്ടോ. നല്ല കുഴപ്പമില്ലാതെ അങ്ങനെ പോയി 5 ദിവസം. ഇത് കണ്ടോ, ഏറ്റവും ഹൈറ്റിലായതുകൊണ്ട് മഴയൊക്കെ നമുക്ക് നല്ലോണം ആസ്വദിച്ച് കാണാം കേട്ടോ. താഴെയുള്ള ഇങ്ങനെ മഴ പെയ്യുന്നൊരു വ്യൂ ആണ്, താഴെയുള്ള വീടുകൾ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഇതാണ് കേട്ടോ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്. രാവിലെ അബ്ജൂട്ടൻ ഇത്തിരി ബ്രെഡൊക്കെ എന്തെങ്കിലുമൊക്കെ കഴിക്കുള്ളൂ കേട്ടോ. അബ്ജൂട്ടന് ഫുഡ് ഇൻഫെക്ഷൻ ആയതുകൊണ്ട് തന്നെ ഫുഡ് കഴിക്കൂല എന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കഴിക്കുന്നത് കഴിച്ചാൽ മതി എന്നുള്ള ഒരു ഇതിലാണ് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നിർബന്ധിച്ച് കഴിഞ്ഞാൽ അവനെ അപ്പം തന്നെ ഛർദ്ദിച്ച് പോകുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം അബ്ജൂട്ടൻ്റെ മരുന്നുകളാണ്, ഒരു ദിവസം കുത്തിക്കയറ്റാനുള്ള മരുന്നുകളാണ്. പിന്നെ ഞാനിങ്ങനെ വെറുതെ ഇരിക്കല്ലേ എന്ന് വിചാരിച്ചിട്ട് അബ്ജൂട്ടന് ഇപ്പോൾ കുറച്ച് മുന്തിരി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഓനക്ക് ദഹിക്കണില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ കഴിച്ച് തീർക്കാമെന്ന്. അപ്പോൾ ഞാനതിങ്ങനെ കഴിച്ച് തീർക്കാണ്ട് ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ കേട്ടോ. ഇപ്പോൾ റൂമിൽ ഒരു ഉച്ചയ്ക്ക് ആയിട്ടുള്ളൊരു ടൈമാണ്. ഇപ്പോൾ അബ്ജൂട്ടൻ നല്ല ഉറക്കിലാണ് കേട്ടോ. അങ്ങനെ നമ്മൾ 5 ദിവസത്തെ ഇഞ്ചക്ഷനൊക്കെ കഴിഞ്ഞു. നമ്മൾ 5ാമത്തെ ദിവസം ഡിസ്ചാർജായി. അങ്ങനെ അബ്ജൂട്ടൻ വീട്ടിലൊക്കെ വന്ന് പിറ്റേ ദിവസം അവൻ്റെ വണ്ടിയിൽ, തീവണ്ടി ഇതാട്ടോ ഈ വണ്ടിക്ക് പറയാം, ഈ വണ്ടിയിൽ ഭയങ്കര ഇഷ്ടമാണ് ഈ വണ്ടി ഓടിക്കാൻ. അങ്ങനെ അതിലങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഞാൻ അബ്ജൂട്ടനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജായി വന്നപ്പോഴത്തേനും എൻ്റെ ബ്രദറിന് പോകാനായിട്ടുണ്ട്. ആകെ 10 ദിവസമായിരുന്നു കേട്ടോ അവന് ലീവ് ഉണ്ടായിരുന്നത്. അതിൽ നമ്മൾ 5 ദിവസം അവിടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരുന്നു. ഞങ്ങൾ അവിടെ പോയതിന് ശേഷം, അവന് വന്നതിന് ശേഷം 3ാമത്തെ ദിവസമാണ് കേട്ടോ അഡ്മിറ്റായത്. പിന്നെ 5 ദിവസം ഹോസ്പിറ്റലിൽ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഡിസ്ചാർജ് ആയപ്പോഴത്തേനും ഓന് പോകാനായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഓന് സലാം പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങി. അതിന് ശേഷം നമ്മൾ പെട്ടെന്ന് നമ്മളെ കൊണ്ടുപോയിട്ടൊന്നുമില്ല കേട്ടോ. എയർപോർട്ടിൽ പോയപ്പോൾ കൊണ്ടുപോയിട്ടൊന്നുമില്ല. കാലിക്കറ്റ് എയർപോർട്ടിൽ നിന്നായിരുന്നു ഫ്ലൈറ്റ്. അങ്ങനെ അവന് ഒരു സർപ്രൈസായിട്ട് ഞങ്ങൾ ഉമ്മാൻ്റെ ആങ്ങളൻ്റെ വണ്ടിയിൽ, ബ്രദറിൻ്റെ വണ്ടിയിൽ നമ്മൾ സർപ്രൈസായിട്ട് നമ്മൾ എത്തിയിട്ടോ. അവർക്ക് കണ്ടപ്പോൾ ആകെ ഷോക്കായിട്ടുണ്ടായിരുന്നു. എന്താ വരുന്നത് കണ്ടോ, ഹായ്ക്കുട്ടിരിയായിട്ട് ഇങ്ങനെ വെല്ല വരുന്നുണ്ട്. ഞങ്ങളെ കണ്ടിട്ടില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടെ ഉള്ളത് അവർക്ക് അറിയേയില്ല. ഉപ്പുണ്ട് വണ്ടി തള്ളി പിടിച്ച് വരുന്നു കേട്ടോ. ഉപ്പ അതാ വരുന്നത്. എന്താ അഞ്ചുട്ടനോടെ കാറിന് പറഞ്ഞിട്ട് സർപ്രൈസ് എങ്ങനെ ഉണ്ട്? സർപ്രൈസ് എങ്ങനെയുണ്ട്? സർപ്രൈസ് എങ്ങനെയുണ്ട് ഉമ്മ? അടിപൊളി. അങ്ങനെ അവർ എയർപോർട്ടിൽ എത്തുന്നതിന് മുമ്പായിട്ട് തന്നെ ഞങ്ങളവിടെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ എൻ്റെ അമ്മോനായിരുന്നു കേട്ടോ വണ്ടി ഓടിച്ചിട്ടുണ്ടായിരുന്നു. അവനെ പറത്തിച്ച് വിട്ട് അങ്ങനെ നമ്മൾ എയർപോർട്ടിൽ അവരെക്കാളും മുമ്പിൽ നമ്മളവിടെ എത്തി അവർക്ക് സർപ്രൈസിനായിട്ട് വെയിറ്റ് ചെയ്തിരുന്നു കേട്ടോ. അങ്ങനെ ബ്രദർ എല്ലാവർക്കും ടാറ്റ പറഞ്ഞ് പോയിട്ടോ. അവർ നമ്മളവിടെ എത്തുന്നത് ഒട്ടും പ്രതീക്ഷിക്കണില്ലല്ലോ. അപ്പോൾ ഞങ്ങളെ വിളിച്ചിട്ട് പോലുമില്ല, നിങ്ങൾ വരുന്നുണ്ടോ കൂടെ കൊണ്ടാക്കാനെന്നൊന്നും പറഞ്ഞിട്ട് ഒന്നും ചോദിച്ചിട്ടുമില്ല. നമ്മൾ വരുന്നത് അവരറിയൂല. അങ്ങനെ പോകുമ്പോൾ ഒരു സങ്കടമാണല്ലോ. പോകുമ്പോൾ അങ്ങനെ ആരും കൂടെ അധികം ആൾക്കാർ പോകില്ല. അതിൻ്റെ പിറ്റേ ദിവസമാണ് കേട്ടോ നമുക്ക് വീണ്ടും അഞ്ചുട്ടനെ കാണിക്കാനുണ്ടായിരുന്നു, ഡോക്ടറെ കാണിക്കാനുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഡോക്ടറെ ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് തിരിച്ചെത്തിയിട്ടോ ഞങ്ങൾ. അപ്പോൾ അവിടെ എത്തിയപ്പോൾ അഞ്ചുട്ടന് ഇങ്ങനെ ഈ പെയിൻറ്റ് ചെയ്യിക്കാനും ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ചെറിയ ചെറിയ ആക്ടിവിറ്റീസൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ടീച്ചർ. അപ്പോൾ അവന് ഹോസ്പിറ്റൽ ആയ സ്ഥിതിക്ക് ഇങ്ങനെ ചെയ്യിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ കുറച്ച് ചിത്രങ്ങളൊക്കെ വരച്ച് അതൊക്കെ ഇങ്ങനെ ചെയ്യിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ.
അതാണിപ്പോൾ നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനു മുമ്പ് ഞങ്ങൾ കോഴിക്കോട് മൊത്തം ചപ്പാത്തി മേക്കർ അന്വേഷിച്ച് നടന്നിട്ടുണ്ടായിരുന്നല്ലോ. ഞാനൊരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഓൺലൈനിൽ പിന്നെ അത് മേടിച്ചത് കേട്ടോ, ചപ്പാത്തി മേക്കർ. അങ്ങനെ ഞങ്ങളത് വാങ്ങിച്ച് ഞാനതിൽ ചപ്പാത്തി ഉണ്ടാക്കുന്ന വീഡിയോ ആണ് കേട്ടോ നിങ്ങളിപ്പോൾ കാണാൻ പോകുന്നത്. ഗൈസ് എങ്ങനെ ഉണ്ടാവും എന്ന് പറയൂ കേട്ടോ. ഇത് യൂസ് ചെയ്യുമ്പോൾ നല്ല അടിപൊളിയായിട്ട് ചപ്പാത്തിയൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ. പക്ഷേ ഇത് ഗ്ലൗസ് ഇടാതെ, ഫുൾ കവർ ഗ്ലൗസ് ഇടാതെ ഇത് ഉപയോഗിക്കുന്നത് മണ്ടത്തരാണ് കേട്ടോ. കാരണം കയ്യിന് നല്ലോണം അടിച്ചിട്ട്, എയറല്ല ഈ ആവി അടിച്ചിട്ട് കൈ പൊള്ളിപ്പോവുക കേട്ടോ. എനിക്ക് എൻ്റെ എൻ്റെ ചൂണ്ടുവിരലും എൻ്റെ തള്ളവിരലും പൊള്ളിപ്പോയി കേട്ടോ. ഇനി ഞാനിതിങ്ങനെ ഒരു 2 സെക്കൻഡ് ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ചപ്പാത്തി ഫസ്റ്റ് പരത്തിയിട്ട് 2 സെക്കൻഡ് ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ കുമിളകൾ വരുമ്പോൾ ഉണ്ടല്ലോ, അത് മറിച്ചിട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഈ കൈ ഞാൻ ഒരു ഗ്ലൗസ് ഇടാതെ കേട്ടോ അതിങ്ങനെ കറക്കി. അത് ഭയങ്കര പ്രശ്നമാണ്. കൈ നല്ലോണം അതിങ്ങനെ പൊള്ളിച്ച് വരുമ്പോൾ, അപ്പോൾ നമ്മളത് കൈ കൊണ്ട് എടുക്കുമ്പോൾ അത് നമ്മൾ തൊടുന്ന ഭാഗം കണ്ട് പൊട്ടുമ്പോൾ അതിനുള്ളിൽ കയറി ആവി മൊത്തം നമ്മളെ കയ്യിൽ കണ്ടുവരും കേട്ടോ. അപ്പോൾ നോക്കൂ, ചപ്പാത്തി വരുന്നത് കണ്ടോ ഗൈസ്, നല്ല അടിപൊളിയായിട്ട് ചപ്പാത്തി വരും കേട്ടോ. മാഷാ അല്ലാ, മാഷാ അല്ലാ. ഞാനിപ്പോൾ എൻ്റെ സന്തോഷത്തിലാണ് നല്ല അടിപൊളിയായി വരുന്നുണ്ട്, നല്ലതാണെന്നൊക്കെ പറയുന്നത്. അപ്പോൾ നല്ലതായിട്ട് വരും, നിങ്ങൾക്കും കൂടി അത് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഇത് കണ്ടിട്ട് ആർക്കെങ്കിലും ഒന്ന് മേടിക്കണം എന്നുണ്ടെങ്കിൽ ഗ്ലൗസ് ഉപയോഗിച്ച് ചെയ്യുക, അത്രയും എനിക്ക് പറയാനുള്ളൂ. പിന്നെ കുറേ ആൾക്കാർ വിചാരിക്കും മരത്തിൻ്റെ ചട്ടകം കൊണ്ട് ഇതാക്കാമല്ലോ. നമ്മൾ മരത്തിൻ്റെ ചട്ടകം ഉപയോഗിച്ചാൽ തന്നെ ഒരു 4 വർഷം ഏറി വന്ന് നമ്മളെ ഫ്രൈ പാനൊക്കെ നിൽക്കും. അതുപോലെ ഇപ്പോൾ ചപ്പാത്തി മേക്കറിൻ്റെ മെറ്റൽ നശിച്ചു പോയി കഴിഞ്ഞാൽ അത് ചട്ടി മാറ്റുന്ന പോലെ മാറ്റാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മൾ കരുതുന്ന അത്രയാണ് കേട്ടോ അതിൻ്റെ ആയുസ്. നമ്മൾ എത്രത്തോളം സൂക്ഷിച്ചാൽ അത്രത്തോളം. അങ്ങനെ കുറേ ദിവസത്തിന് ശേഷം നമ്മൾ അഞ്ചൂട്ടൻ അങ്കണവാടി പോവാണ് കേട്ടോ. നല്ല മടി കിട്ടുന്നു പോവാൻ വേണ്ടിയിട്ട്. അങ്ങനെ പുതിയ ബാഗ് മാമൻ കൊണ്ടുവന്ന് പുതിയ ബാഗൊക്കെ ഇട്ട് തരാമെന്ന് പറഞ്ഞേക്കാണ് കേട്ടോ. ഇതെൻ്റെ ബ്രദർ കൊണ്ടുവന്ന ബാഗാണ് പുതിയത്. അപ്പോൾ അത് ഇട്ട് പോകാനുള്ളൊരു സന്തോഷത്തിൽ അങ്ങനെ പോയി. എന്തായാലും അപ്പോൾ പോയി കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ചെയ്ത് പഠിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് പറഞ്ഞു. കുറേ ദിവസം പോവാതായി, പിന്നെ പോകുമ്പോൾ ഭയങ്കര മടിയും, പോയി കഴിഞ്ഞാൽ നമുക്കൊരു വിഷമമാണ് കേട്ടോ. അങ്ങനെ അഞ്ചൂട്ടൻ ടാറ്റ പറഞ്ഞ് സലാം പറഞ്ഞ് ഉമ്മയൊക്കെ തന്ന് പോയി. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ എൻ്റെ ഈ കുഞ്ഞു വീഡിയോ ഞാൻ ഇവിടെ വെച്ച് നിർത്തുകയാണ്. ടാറ്റ, ബൈ ബൈ. കൺമണി അൻപോട് കാതലൻ ഞാൻ എഴുതും കടിതമേ.